ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു സിന്തറ്റിക് ചെക്ക് കോട്ടയിൽ നമ്മൾ വർക്ക് ചെയ്ത് കണ്ടായിരുന്നു. ആ ഒരു മെറ്റീരിയലിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ എംബ്രോയ്ഡറി ചെയ്ത സാരീസാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതെല്ലാം 4 സാരീസാണ് കാണുന്നത്. നാലും അതിലത്തെ 3 സാരീസ് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്, ഒരെണ്ണം മാത്രമാണ് ഇച്ചിരി ഡാർക്കർ ഷെയ്ഡുള്ളൂ. അപ്പോൾ വളരെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. എന്നാൽ അത്യാവശ്യം ഒരു കുഞ്ഞ് ഫംഗ്ഷന് കൊടുക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വിലയും ആണെങ്കിൽ റേറ്റ് വൈസ് ആണെങ്കിലും വളരെ ചീപ്പായിട്ടുള്ള റേറ്റുമാണ്. അപ്പോൾ നമുക്ക് ഈ 4 സാരീസും റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ മെസ്സേജ് ചെയ്തേച്ചാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ആദ്യത്തെ സാരി തന്നെ വളരെ സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ബേബി ബ്ലൂ, സ്കൈ ബ്ലൂവിനേക്കാളും ലൈറ്റായിട്ട് ബേബി ബ്ലൂ ആ ഒരു ടോണിലുള്ള കളറാണ്. ഇതെല്ലാം എല്ലാ സാരീസും വിത്ത് ബ്ലൗസ് പീസ് ആട്ടോ ഇന്നത്തെ വരുന്നത്, എല്ലാം വിത്ത് ബ്ലൗസ് പീസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു സാരി, എൻ്റെ സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെയിലി വെയറിന് പറ്റിയ സാരിയാണ്. പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ഒരു മെറ്റീരിയലാണ്. അതായത് നമുക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അപ്പം ഇതാണ് സാരിയുടെ മുന്താണിയിൽ ഇതുപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് മൾട്ടി ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ട് റോസിറ്റി സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് വെച്ച് ലീവ്സും ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ നടുക്ക് നമ്മൾ തയ്ച്ച് പിടിപ്പിച്ചേക്കുവാണ് ഈ ബീഡ്, അല്ലാണ്ട് സ്റ്റിക്ക് ചെയ്തേക്കുമല്ല, തയ്ച്ച് പിടിപ്പിച്ചേക്കുക. അപ്പോൾ പെട്ടെന്ന് പോകത്തൊന്നുമില്ല, വിട്ടുപോരില്ല. ബീഡിൻ്റെ കളറാണെങ്കിലും നമ്മൾ അയൺ ചെയ്യുമ്പം ഇതിൻ്റെ മേളിൽ വെച്ച് അയൺ ചെയ്യാണ്ടിരുന്നേച്ചാൽ മതി, പോകത്തില്ല. മറിച്ചിട്ട് തേച്ചാൽ മതി, അയൺ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ മുന്താണിയിലൊരു ഡിസൈൻ, പിന്നെ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ ഡിസൈൻ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡിസൈൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എല്ലാ ബോർഡറിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിലാണെങ്കിൽ ഇതുപോലെ ഡിസൈൻ പോകുന്നുണ്ട്. വളഞ്ഞു പോകുന്ന അവിടം വരെ ഇതുവരെ ഇങ്ങനെ ഡിസൈൻ പൊക്കോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ബോട്ടം താഴത്തോട്ട് എത്തിക്കഴിയുമ്പോൾ അത് താഴത്തും ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഈ ഷോൾഡർ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വളഞ്ഞ് വന്ന പോർഷനിൽ പുറകിൽ വശത്തും ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ താഴെ നമ്മൾ പ്ലീറ്റ്സ് കഴിയുന്ന പോർഷനിൽ ഒരു ഡിസൈൻ ഉണ്ട്. പ്ലീറ്റ്സ് എടുത്ത് കഴിയുമ്പോൾ ബോട്ടത്തിൽ പ്ലീറ്റ്സ് എടുത്ത് കഴിയുന്ന ഒരു 5 പ്ലീറ്റ്സൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു തീരുന്ന പോർഷനിൽ ഇതുപോലൊരു ഡിസൈൻ. അതുപോലെ തന്നെ പ്ലീറ്റ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ടും അതുപോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ടും. അതുപോലെ തന്നെ പുറകിലായിട്ട് കാലിൻ്റെ പുറകിലായിട്ടും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പുറകിലും ഡിസൈൻ, സാധാരണ ഞാൻ ചെയ്യുമ്പോൾ പുറകിലൊരു ഡിസൈനിങ് വരുന്നില്ല, ഇതിൻ്റെ അകത്ത് പുറകിലും ഡിസൈനിങ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷോൾഡർ പ്ലീറ്റ്സിലും ഉണ്ട്, ബാക്കിലോട്ട് വളഞ്ഞു പോകുന്ന ആ പോർഷനിലും ഉണ്ട്, പ്ലീറ്റ്സിന് മുമ്പും പ്ലീറ്റ്സിന് കഴിഞ്ഞിട്ടും 2 സൈഡിലും ഉണ്ട്. ലെഗിൻ്റെ ബാക്ക് പോർഷനിലും ഡിസൈനിങ് വരുന്നുണ്ട്. ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. സെയിം കളർ മെറ്റീരിയലിൽ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിലും ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, സ്ലീവിൻ്റെ നടുക്കായിട്ട്. ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ലോണം അത്യാവശ്യം ഹെവി വർക്ക് തന്നെയാണെന്ന് നമുക്ക് പറയാം. ഒരു കുഞ്ഞു ഫങ്ഷനൊക്കെ ആയിട്ട് നമുക്ക് ഉടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1400 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മൾട്ടി കളർ ത്രെഡാണ്. അതിൻ്റെ അകത്ത് ലാവൻഡർ ഷെയ്ഡും പിങ്ക് ഷെയ്ഡൊക്കെയാണ് വരുന്നത്. അടുത്തത് നമ്മുടെ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ്. അതും ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ്. ലൈറ്റ് പീച്ചിൻ്റെ അകത്ത് അധികം തെറിച്ചു നിൽക്കുന്ന കളർ കോമ്പിനേഷൻസ് അല്ല എടുത്തിരിക്കുന്നത്. ഓറഞ്ച് ആൻഡ് ഗ്രീൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഫ്ലൈ സ്റ്റിച്ചും ഫിഷ് ബോൺ സ്റ്റിച്ചുമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ലീവ്സ് തയ്ക്കാനായിട്ട്. പിന്നെ ആ സെയിം കളർ ഇതിൻ്റെ തന്നെ ഒരു ഓൾമോസ്റ്റ് സെയിം കളർ എന്ന് തന്നെ പറയാം. ഒരു ഷുഗർ ബീഡും നമ്മൾ തയ്ച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് സെയിം തന്നെ കളറുള്ള ഒരു പൊടി കളർ കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. പീച്ച് ഷെയ്ഡുള്ള ബീഡും വെച്ചിട്ടുണ്ട്, ഷുഗർ ബീഡ്. ഇങ്ങനെയാണ് മുന്താണിയിൽ ഒരു ഡിസൈൻ വരുന്നത്. ഒരു സൈഡിലേ ഉള്ളൂ ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷൻ ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈൻ ആയിട്ടാണ് റണ്ണിങ് പോർഷനിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ് വരുന്നത്. ഇതിനകത്ത് ഷോൾഡർ പ്ലീറ്റിൽ 2 ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ഷോൾഡർ പ്ലീറ്റിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലോ മറ്റേതിൻ്റെ അകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ബോർഡറിലേക്ക് ഇങ്ങനെ ഡിസൈൻ കുറേ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് അങ്ങനെയില്ല.
പിന്നെ ഷോൾഡറിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരെണ്ണമുണ്ട് ഒരു ഡിസൈൻ, സിംഗിൾ ഫ്ലവർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അത് കഴിഞ്ഞിട്ട് പ്ലീറ്റ്സ് കഴിഞ്ഞിട്ട് പ്ലീറ്റ്സിൻ്റെ മുമ്പാണ് ഇത് കാണുന്നത്. ഇത് പ്ലീറ്റ്സ് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ഉള്ള അവസാനത്തെ പ്ലീറ്റ്സിൽ ഇതുപോലത്തൊരു ഡിസൈൻ. അങ്ങനെ 2 പ്ലീറ്റ്സിന് ഫ്രണ്ട് സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റിലും ഇതുവരെ 2 ഡിസൈനാണ് വരുന്നത്. പിന്നെ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈനാണ് നമ്മുടെ കയ്യിൽ വരുന്നത്, സ്ലീവിൽ ഡിസൈൻ വന്നിരിക്കുന്നത്. സ്ലീവിൽ ഇതുപോലെയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ പോർഷനിൽ. അപ്പം ഇത് ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് ഇതിൻ്റെ കളറ്. വീഡിയോയിൽ എങ്ങനെയാണ് ഇത് കളറിൻ്റെ ക്ലാരിറ്റി കുറച്ച് വ്യത്യാസം ഉണ്ടാകും. ഷെയ്ഡ് ലൈറ്റ് പീച്ചിൻ്റെ അകത്ത് അതിൻ്റെ തന്നെ ഒരു ഡാർക്കർ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവർ തയ്ച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബീഡാണെങ്കിലും ഷുഗർ ബീഡ് വെച്ചിരിക്കുന്നതും ഒരു കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡ്, പീച്ച് ലൈറ്റ് പീച്ചിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡാണ് ബീഡും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സീലാണ്, വിത്ത് ബ്ലൗസ് പീസാണ്. സ്ലീവിൻ്റെ ഇവിടെ എംബ്രോയിഡറി ഉള്ളതാണ്. ഇത് റെഡി ഫോർ സീലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റും 1400 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി അടുത്ത വരുന്നത് ഒരു ഡാർക്കർ ഷെയ്ഡാണ്. അത് നമ്മുടെ ഗ്രേപ്പ് വൈൻ ആ ഒരു കളർ ഷെയ്ഡിൻ്റെ ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് നമ്മൾ റോസിറ്റി സ്റ്റിച്ചാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇതും വിത്ത് ബ്ലൗസ് പീസ് തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ മുന്താണിയിൽ വരുന്നത്. ഒരു എസ് ഷേപ്പിൽ റോസിറ്റി സ്റ്റിച്ച് ഇത് മൾട്ടി ഷെയ്ഡ് ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് റോസിറ്റി സ്റ്റിച്ച് ചെയ്യാൻ. ലൈറ്റ് പിങ്കും ബേബി പിങ്കും ബേബി പീച്ചും അങ്ങനെയായിട്ടുള്ള ലൈറ്റ് ഷെയ്ഡ്സ് വരുന്ന ഒരു മൾട്ടി ഷെയ്ഡ് ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ലീവ്സും സ്റ്റെംസും തയ്ക്കാനായിട്ട് ഡബിൾ ഷെയ്ഡ് ഗ്രീൻ ത്രെഡുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എസ് പാറ്റേൺ ആണ് മുന്താണിയുടെ ഒരു സൈഡിൽ വരുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ 2 കുഞ്ഞ് ഫ്ലവർ റോസിറ്റി സ്റ്റിച്ച് ആയിട്ടുള്ള കുഞ്ഞൊരു പാറ്റേൺ ആണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റ് ആണ്. ഷോൾഡർ പ്ലീറ്റിൻ്റെ അകത്ത് വീണ്ടും 2 എസ് പാറ്റേൺ വരുന്നുണ്ട്. ഇതുപോലത്തെ 2 എസ് പാറ്റേൺ ആണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഫുൾ ബോർഡറും ഇതുപോലത്തെ സിംഗിൾ റോസിറ്റി സ്റ്റിച്ച് ഫ്ലവേഴ്സ് ആണ് പോകുന്നത്. ഫുൾ ബോർഡറിലും ഉണ്ട് ഇതുവരെ ഇങ്ങനെ കുഞ്ഞു ഫ്ലവേഴ്സ്. ഇവിടെയൊക്കെ ഫ്രണ്ടിലൊക്കെ കുറച്ച് അടുത്ത് 5 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ റോസിറ്റി സ്റ്റിച്ച് ഫ്ലവേഴ്സ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലീറ്റ്സിൽ എത്തുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ മാറി സ്ട്രെയിറ്റ് ആയി. ഇത്രയും നേരം മേളിലോട്ട് ഫേസ് ചെയ്ത ഫ്ലവർ ആയിരുന്നു. പ്ലീറ്റ്സിൽ എത്തിയപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡിങ് പൊസിഷനിലായിരുന്നു പ്ലീറ്റ്സിലൊക്കെ ഡിസൈൻ വരുന്നത്. പ്ലീറ്റ്സിൽ വന്നപ്പോൾ ഗ്യാപ്പ് ഒത്തിരി 5 ഇഞ്ച് ഗ്യാപ്പ് എന്നുള്ളത് അത് 7 ഇഞ്ച് ഗ്യാപ്പിലാണ് പ്ലീറ്റ്സിലൊക്കെ നിറച്ചും തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഫുൾ സാരിയിലും പ്ലീറ്റ്സിലൊക്കെ എംബ്രോയിഡറി വരുന്നത്. പിന്നെ നമ്മുടെ ബ്ലൗസ് പീസ്, ഇതും വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ബ്ലൗസ് പീസിൻ്റെ അകത്ത് ഇത് ഇതുപോലെയാണ് വർക്ക് വന്നിരിക്കുന്നത്. കുറച്ച് 5 റോസിറ്റി സ്റ്റിച്ച് ഫ്ലവേഴ്സാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് സ്ലീവിൻ്റെ താഴെയായിട്ട്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ബ്ലൗസും അല്ലെങ്കിൽ ഈ ഒരു സാരിയും വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1200 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതൊക്കെ ഒരു കുഞ്ഞ് എന്ന് വെച്ചാൽ നോക്കുമ്പോൾ നിറച്ചും വർക്കായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. സ്ലീവിലും ഉണ്ട്, ഫുൾ സാരിയിലും കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ട്. നല്ല ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളർ കോമ്പിനേഷനല്ല നമ്മൾ ചൂസ് ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. സാരി ആണെങ്കിലും വിത്ത് ബ്ലൗസ് പീസ് വരുന്ന കാരണം എല്ലാവർക്കും പിന്നെ ബ്ലൗസ് തപ്പി നടക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. റീസണബിൾ റേറ്റുമാണ്, 1200 ഉള്ളൂ ആ സാരിക്ക്. അടുത്തത് വരുന്ന ഒരു മാഫ് കളർ സാരിയാണ്. അതിൻ്റെ അത് നമ്മളിപ്പോൾ കണ്ട സാരിയുടെ കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് എംബ്രോയിഡറി ചെയ്യാൻ. ഇത് ഇത്തിരി ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബൂളിയൻ നോട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബൂളിയൻ നോട്ട് ചെയ്യാനായിട്ട്. ഉള്ളിൽ ഈ സെയിം സാരിയുടെ സെയിം കളർ മാവ് കളർ ആണ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ബൂളിയൻ നോട്ട് ചെയ്തിരിക്കുന്നത്. ചുറ്റും അതിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടിരുന്ന ആ ഒരു ഗ്രേപ്പ് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബൂളിയൻ നോട്ട് ഫ്ലവർ പാറ്റേൺസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് പോർഷനാണ് ഇപ്പുറത്തെ സൈഡിൽ, മുന്താണിയുടെ ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സാരിക്ക് മാത്രമാണ് മുന്താണിയുടെ 2 സൈഡിലും വർക്ക് വരുന്നത്. ഈ ഒരു സൈഡിലും വർക്ക് ഉണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിലും മുന്താണിയിൽ കണ്ടുവരത്തെ അപ്പുറത്തെ സൈഡിൽ കണ്ടുവരത്തെ ആ ഒരു കുഞ്ഞ് ഡിസൈനാണ് റണ്ണിങ് പോർഷനിലും വന്നിരിക്കുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ ഈ 2 വലിയ ഡിസൈൻ ഉണ്ട്. നമ്മൾ മുന്താണിയിൽ കണ്ടുവരത്തെ 2 വലിയ ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 1 ലെയർ ഇടുവാണെങ്കിൽ ചെസ്റ്റ് പോർഷനിൽ കാണാനായിട്ട് 1 ലെയർ അല്ല, അടുക്കി ഉടുക്കുമ്പോൾ ചെസ്റ്റിൻ്റെ പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പം
എന്താ മുന്താണിയുടെ 2 സൈഡിലും ഉണ്ട്, റണ്ണിങ് പോർഷനിലും ഉണ്ട്, ചെസ്റ്റിലും ഉണ്ട് ഡിസൈൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറകോട്ട് വളഞ്ഞു പോകുന്ന ഷോൾഡർ പ്ലീറ്റ് കഴിഞ്ഞിട്ട് പുറകോട്ട് വളഞ്ഞു പോകുന്ന ബാക്ക് സൈഡിലായിട്ട് ഒരു കുഞ്ഞ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലത്തെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് ഡിസൈൻ. അപ്പോൾ ഇതുവരെയാണ് ഇതിൻ്റെ അകത്ത് വർക്ക് വന്നിരിക്കുന്നത്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ബ്ലൗസ് പീസിൽ ഒരു കുഞ്ഞ് ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെയിം കളർ ബ്ലൗസ് പീസാണ്. ബ്ലൗസ് പീസിൻ്റെ കയ്യിൽ നമ്മൾ ഇതുപോലത്തെ ഡിസൈനിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബ്ലൗസ് പീസിൻ്റെ സ്ലീവ്. ഇതുപോലത്തെ ഒരു ഡിസൈൻ 2 സ്ലീവിൻ്റെ പടിയിലായിട്ടാണ് കൊടുത്തത്. പടിയിൽ നിന്ന് മേളിലോട്ടായിട്ടാണ് രീതിയിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇപ്പോൾ സാരിയിൽ ഡിസൈൻസ് മുന്താണിയിൽ ഒരു വലിയ ഡിസൈൻ ഉണ്ട്, ഫ്രണ്ടിൽ 2 വലിയ ഡിസൈൻ, അങ്ങനെ വലിയ ഡിസൈൻസ് 3 എണ്ണമാണ് ഉള്ളത്. പിന്നെ ഷോൾഡറിൽ പിന്നെ ചെസ്റ്റ് പോർഷനിൽ ഒരു കുഞ്ഞു ഡിസൈൻ, അതുപോലെ തന്നെ ആ കുഞ്ഞൊരു ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. പുറകോട്ട് പോകുന്ന പോർഷനിൽ എന്ന് വെച്ചാൽ പ്ലീറ്റ് പുറകോട്ട് വളഞ്ഞു പോകുമ്പോൾ ആ ബാക്ക് സൈഡിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ റണ്ണിങ് പോർഷനിലും മുന്താണിയുടെ അപ്പുറത്തെ സൈഡിലും സ്ലീവിലും ആണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത് ഈ സാരിയിൽ. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1600 ആണ്. ഇതെല്ലാം ഒരു ബഡ്ജറ്റഡ് സാരീസ് ആണ്. 1600 ആണ് മാക്സിമം. ബാക്കിയെല്ലാം വളരെ ചീപ്പായിട്ടുള്ള സാരീസ് ആണ്. ഉടനെ തന്നെ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. റീക്രിയേഷൻ വേണമെങ്കിൽ, വേറെ ഏതെങ്കിലും കളറിൽ വേണമെങ്കിൽ അതായാലും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് അറിയിക്കുക. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.